അപ്പോ ഇന്നൊരു മിനിയേച്ചർ വർക്കാവാം അല്ലേ? എന്നാവാ തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ തീപ്പെട്ടിക്കൂടിൻ്റെ ഉള്ളിലുള്ള ബോക്സ് ഇല്ലേ, അതൊന്ന് എടുത്തങ്ങോട്ട് മാറ്റാം. കളയല്ലേ, അത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇതുപോലെ ആ ഒരു സൈഡ് മാത്രം ഒന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ച ആ ബോക്സിൻ്റെ ഒരു സൈഡിൽ പശ ഒന്ന് ചെറുതായിട്ട് തേച്ച് നമ്മൾ കട്ട് ചെയ്തില്ലേ നേരത്തെ, അതിൻ്റെ ആ സൈഡുമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞ് ആ തീപ്പെട്ടിക്കൂടിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഒരു ബ്ലാക്ക് കളർ അങ്ങോട്ട് കൊടുത്തേക്ക്. നമ്മുടെ തീപ്പെട്ടിക്കൂട് ഇതുപോലെ ഒന്ന് തുറക്കാനും അടക്കാനൊക്കെ പറ്റണേ. കൂടിൻ്റെ പുറത്ത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ അടിച്ചാൽ മതി. ഞാനിവിടെ റെഡാണ് എടുത്തത്. സംഭവം 2 കോട്ടെങ്കിലും അടിക്കേണ്ടി വരും. ഇനി 2 ബഡ്സ് എടുത്തിട്ട് അതിൻ്റെ കോട്ടൺ മഞ്ഞ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞേക്ക്. അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഇയർബഡ്സിൻ്റെ ആ സ്റ്റിക്ക് മാത്രം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ആ സ്റ്റിക്കിന് ഒരു ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് നമ്മുടെ ബോക്സിൻ്റെ ബാക്ക് സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഫ്രണ്ടിൽ ആ വരച്ച് വെച്ചേക്കണത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അതിൻ്റെ സംഭവം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇനി ഇതുപോലത്തെ 2 കുഞ്ഞി പീസും കൂടി എടുത്തിട്ട് നമ്മുടെ ബോക്സിൻ്റെ മേളിലും സൈഡിലുമായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അതിനും ബ്ലാക്ക് കളർ തന്നെ കൊടുത്താൽ മതി. നീ ഇതൊന്ന് ഉരുട്ടിക്കൊണ്ട് കിടക്കാൻ 2 ടയറിൻ്റെ ആവശ്യമുണ്ട്. അതിന് നമ്മുടെ ഫോം ക്ലേ എടുക്കാം. കുറച്ച് ക്ലേ എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. പിന്നെ ടയറിൻ്റെ കാര്യമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നല്ലപോലെ സൂക്ഷിക്കണം. കാരണം പഞ്ചറാവാനുള്ള ചാൻസ് ഈ ടയറിന് വളരെ കൂടുതലാണ്. അങ്ങനെ ബോക്സിലേക്ക് നമ്മുടെ ടയർ വെച്ചും കഴിഞ്ഞു. ഫസ്റ്റ് ഞാൻ ഈ ഒരു ഡിസൈനാണ് നമ്മുടെ ബോക്സിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തത്. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് അത് മാറ്റി ഇതാക്കി. ബോക്സ് അടക്കാനും തുറക്കാനും ചെറിയൊരു ലോക്ക് വേണ്ടേ? ഇനി ഒരു സെല്ലോ ടേപ്പ് എടുത്ത് ഒരു 10-15 മിനിറ്റിൻ്റെ കഠിനമായ ശ്രമത്തിനൊടുവിൽ നമ്മൾ അതിൻ്റെ അറ്റം കണ്ടുപിടിക്കണം. അങ്ങനെ അതിൻ്റെ വാലോ തുമ്പോ ഏതെങ്കിലും ഒന്ന് കിട്ടിയ ഒരു കുഞ്ഞി പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്ക്. അങ്ങനെ കട്ട് ചെയ്ത ആ പീസ് നമ്മുടെ മാച്ച് ബോക്സിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ബോക്സ് ഇതുപോലെ ഈസി ആയിട്ട് അടക്കാനും തുറക്കാനും പറ്റും. ഇത്രയും പവർഫുള്ളായ ലോക്ക് വേറെ എവിടെ കിട്ടും അല്ലേ? അങ്ങനെ ഫൈനലി നമ്മുടെ മിനിയേച്ചർ ട്രോളി ബാഗ് റെഡി ആയിട്ടുണ്ട്. സംഭവം ഓക്കെ അല്ലേ? അപ്പോൾ പോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാവും. ഇനി അടുത്ത വരവിന് കാണാം. ഓക്കെ, ബൈ.